പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് മിന്നൽ പോലെ ആദിയുടെ കാറ് വന്നു നിന്നു. ആദിയെ കണ്ട പോലീസുകാർ ഭയത്തോടെ എഴുന്നേറ്റു നിന്നു. അവരെയെല്ലാം കത്തുന്ന കണ്ണുകളോടെ ഒന്ന് നോക്കി ആദി അകത്തേക്ക് കയറിപ്പോയി. അവന് പിന്നാലെ ബാക്കിയുള്ളവരും. തൻ്റെ സുഹൃത്തായ റാമിനെ പ്രതീക്ഷിച്ച് ക്യാബിനിൽ കയറി ആദി കണ്ടത് കൈക്കൂലി വാങ്ങിയത് തമ്മാടിത്തരം വേണമെങ്കിലും ചെയ്യാൻ നിൽക്കുന്ന അവൻ്റെ കണ്ട ശത്രു രാഘവനെയാണ്. ആദിയും രാഘവൻ ജന്മനാ ശത്രുക്കൾ പോലെയാണ്. പലതവണ സർക്കിൾ ഇൻസ്പെക്ടർ ആയ രാഘവ ആദിക്ക് പണിയുമ്പോൾ അവിടെ രാഘവനെ കൈകാര്യം ചെയ്യുന്നത് ആദിയുടെയും സായിയുടെയും ബെസ്റ്റ് ഫ്രണ്ട് ACP റാമാണ്. ആദിയെ കണ്ട രാഘവ് പുച്ഛത്തോടെ എന്തോ പറയാനായി തുടങ്ങിയപ്പോൾ തന്നെ സായി വിളിച്ചതനുസരിച്ച് റാം രാഘവനെ വിളിച്ചു. വന്നപ്പോൾ തന്നെ റാം ഇവിടെ ഇല്ലെന്നും ഒരു കേസ് ആവശ്യത്തിനായി ഡൽഹിയിൽ പോയതെന്നും ഒരു ഓഫീസർ സായി അറിയിച്ചിരുന്നു. അല്പനേരത്തിന് ശേഷം ആദിയെ ഒന്ന് നോക്കി അയാൾ അകത്തേക്ക് പോയി. പിന്നാലെ ബാക്കിയുള്ളവരെ നോക്കി ആദിയും. സെല്ലിന് മുന്നിലെത്തിയ രാഘവൊന്ന് നിന്നു. ഭയത്തോടെ അതിലേറെ വിറയലോടെ നിന്ന രാഘവിനെ സംശയത്തോടെ ഒന്ന് നോക്കി ആദി സെല്ലിനകത്തേക്ക് കടന്നു. അകത്ത് കയറി ആദി കാണുന്നത് ഭിത്തിയോട് ചേർന്ന് മുഖം മറച്ചിരിക്കുന്ന ജാനുവിനെയാണ്. വിറക്കുന്ന കാലടികളോടെ മുന്നോട്ട് നടന്ന ആദി ജാനിക്കരികിലായി മുട്ടുകുത്തിയിരുന്നു. അവളുടെ തോളിൽ തൊട്ടു. പ്രതികരണം ഏതും കാണാതെ വന്നപ്പോൾ ആദി സംശയത്തോടെ അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു. ജാനിയുടെ മുഖം കണ്ടവൻ തറഞ്ഞിരുന്നു. വീങ്ങിയ കൺപോളകൾ, ചുവന്നു വീങ്ങിയ പഞ്ഞി കവിളിൽ അടികൊണ്ട പാടുകൾ, പൊട്ടി വരണ്ട ചുണ്ടുകൾ, അവളുടെ കയ്യിലും കാലിലുമായി പതിഞ്ഞു കിടക്കുന്ന ബെൽറ്റിന്റെ പാടുകൾ. അത് കണ്ട ആദിയുടെ മിഴികൾ നിർത്താതെ പെയ്തു. കൈവെള്ളയിൽ ചതഞ്ഞ പാടുകൾ കണ്ണുടക്കിയപ്പോൾ അവൻ മിഴികൾ അടച്ച് മുഖം തിരിച്ചു. ജാനു അബോധാവസ്ഥയിലാണെന്ന് തിരിച്ചറിഞ്ഞ് ആദി പെട്ടെന്ന് അവളെ ഇരുകൈകളിലായി എടുത്തുകൊണ്ട് പുറത്തേക്കോടി. ഒരു നോട്ടം രാഘവന് നൽകാൻ അവൻ മറന്നില്ല. കത്തുന്ന ഒരുവനെ ദഹിപ്പിക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്നു അതിന്. ആ നോട്ടം പറയാതെ പറഞ്ഞു രാഘവിൻ്റെ വിധി. ജാനിയെ കൊണ്ട് ആദി വന്നത് അവരുടെ തന്നെ ഹോസ്പിറ്റലായിരുന്നു. കൊണ്ടുവന്ന ഉടനെ തന്നെ അവളെ ഐസുവിലേക്ക് മാറ്റി. ഇതിനോടകം കരഞ്ഞു തളർന്നഞ്ചു സായിയുടെ നെഞ്ചിൽ ചേർന്നുറങ്ങിപ്പോയി. ആദിയും സായിയും ലക്കിയും ഡോക്ടറിനായി കാത്തിരുന്നു. തൻ്റെ നെഞ്ചിലെ പിടപ്പ് താങ്ങാൻ കഴിയാതെ കരയാൻ വെമ്പി നിൽക്കുന്ന നീറുന്ന മിഴികളെ തടയാൻ കഴിയാതെ തകർന്ന ഹൃദയവുമായി ആദി ഐസുവിൻ്റെ ചില്ല ഭാഗത്തൂടെ ജാനുവിനെ തന്നെ നോക്കി നിന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങി വന്നു. അപ്പോഴേക്കും അഞ്ജുവും എഴുന്നേറ്റ് ഡോക്ടറിൻ്റെ വാക്കുകൾക്കായി അവർ കാതോർത്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖം തനിക്ക് പറയാനുള്ളത് നല്ല കാര്യമല്ല എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഡോക്ടറുടെ വാക്കുകൾക്കായി കാതോർക്കുമ്പോൾ പതിവില്ലാത്ത വിധം നെഞ്ച് പിടയ്ക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. ഡോക്ടർ, ജാനി ഓക്കെ അല്ലേ? ഞങ്ങൾക്കൊന്ന് കയറി കാണാമോ? ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുമല്ലോ? നിർത്താതെയുള്ള ആദിയുടെ ചോദ്യവും മറ്റും ദുഃഖങ്ങളിലെ ആകാംക്ഷയും കണ്ട് ഒരു നിമിഷം ഡോക്ടർ മൗനം പാലിച്ചു. പിന്നീട് നേർത്ത ശബ്ദത്തിൽ, റിലാക്സ്. ജാനകി മുന്നേ ഡിപ്രഷൻ സ്റ്റേജിൽ പോയിട്ടുണ്ട്. അപ്പോൾ ചെയ്ത ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് കൂടാതെ ജാനകി 12 മണിക്കൂറോളമായി അൺകോൺഷ്യസ് ആണ്. അതായത് ഇവിടെ എത്തിക്കാൻ 12 മണിക്കൂർ വൈകിപ്പോയി. ഇപ്പോൾ ജാനകിയുടെ ഹാർട്ട് ബീറ്റ് തീരെ കുറവാണ്. അതുപോലെ ബ്ലഡ് പ്രഷറും വളരെ കുറവാണ്. ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു. അവസാനം ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ മുന്നിൽ കണ്ടതുപോലെ ചെയ്തു. പക്ഷേ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പോൾ ജാനകിക്ക് ഒരു മെഡിസിൻ നൽകിയിട്ടുണ്ട്. ഇനിയാണ് കാത്തിരിപ്പ്. ഈ മരുന്നിന് 2 പരിണഫലമാണുള്ളത്. ഒന്നുകിൽ ജാനി ഓക്കെ ആവും, ഇല്ലേൽ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒന്ന് നിർത്തുമ്പോൾ ഇതുവരെ കേട്ട വാക്കുകളിൽ പകച്ചു നിന്നവർ ഇനി അദ്ദേഹത്തിന് എന്തായിരിക്കും പറയാനുള്ളത് എന്ന ഭയത്തോടെ നിന്നു. ഇല്ലേൽ ആ കുട്ടി കോമയിലേക്ക് പോകും. നോ എന്നലർച്ചയോടെ ആദ്യ ഭിത്തിയിൽ കൈയടിച്ചു. ഒന്ന് ഭയന്നിലക്കിയും സായും കൂടെ ആദിയെ പിടിച്ചടക്കി. അവരെ ഒന്ന് നോക്കി ഡോക്ടർ ആദിയെ തട്ടി. സർ, ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഞങ്ങൾക്കില്ലായിരുന്നു. ഇനിയുള്ളത് 3 മണിക്കൂറാണ്. അതിനകം ജാനി എഴുന്നേൽക്കണം. അല്ലെ നമ്മൾ ഭയപ്പെട്ടതുപോലെ തന്നെയാവുമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. പിന്നീടുള്ള സമയം ജീവശവം പോലെയായിരുന്നു ഓരോരുത്തരുടെയും അവസ്ഥ. ഹാളിലെ സോഫയിൽ ഇരിക്കുകയാണ് മുത്തുവും ഐഷവും. അവർക്കടുത്തേക്കായി തന്നെ മീരയും ആരവും ഇരിപ്പുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നും ലക്കി വിളിച്ചതനുസരിച്ച് കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞിരുന്നു. മിസ്റ്റർ വർമ്മയെ സുരേഷ് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ രാമകൃഷ്ണൻ ഹോസ്പിറ്റലിലേക്കും പോയി. ജാനിയുടെ അവസ്ഥ അവരിലും ഒരു നോവായി നിലനിന്നു. സായിയും ലക്കിയും പറഞ്ഞ് നല്ലതുപോലെ ജാനിയെയും അഞ്ജുവിനെയും അറിയാമായിരുന്നു. ലക്കി വീഡിയോ കോളിലൂടെ എല്ലാവരെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. പിന്നീട് എപ്പോഴും ആ വീട്ടിലെ ഒരു ദിനചര്യ ആയിരുന്നു ഈ വീഡിയോ കോൾ. ജാനുവും അഞ്ജുവും കൂടുതൽ കൂട്ടുമുത്തുവിനോടായിരുന്നു. എങ്കിൽ അവർ വിളിക്കുമ്പോഴെല്ലാം മീരയും രാമകൃഷ്ണനും ഐഷുവും സംസാരിക്കുമായിരുന്നു.
മിസ്റ്റർ വർമ്മ ഇതിലൊന്നുമില്ലാത്തതുകൊണ്ട് ജാനുവിനും അഞ്ജുവിനും നല്ല ഇൻട്രസ്റ്റ് ആണ്. മിക്കപ്പോഴും ആരും അറിയാതെ ഈ അലപ്പവും ബഹളവുമൊക്കെ ആദിയും സായിയും ആസ്വദിക്കാറുണ്ട്. അത് ജാനിക്കോ അഞ്ജുവിനോ അറിയില്ല. അവരുടെ കുസൃതികളും പൊട്ടത്തരങ്ങളും അവരെല്ലാം ഒരുപോലെ ആസ്വദിച്ചിരുന്നു. ഇതിൽ അച്ചുവിനും റാണിക്കും സുരേഷിനും ദേഷ്യമുണ്ടെങ്കിലും മുത്തുവിനെ പേടിച്ചു മിണ്ടാതിരുന്നു. ഈ വീഡിയോ കോളിനെ പറ്റി ഒരിക്കലും ആദിയോ സായിയോ അഞ്ജുവിനോടും ജാനയോടൊന്നും ചോദിച്ചിരുന്നില്ല. അവരെ വിലക്കിയിരുന്നില്ല. അത്രത്തോളം അവരുടെ കുസൃതികൾ വീട്ടിൽ കളിച്ചിരികൾ കാരണമായിരുന്നു. ഇങ്ങ് നാട്ടിൽ അഞ്ജുവിൻ്റെയും ജാനുവിയുടെയും കോളകളില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ലക്ഷ്മി. ഈശ്വര, 2 ദിവസമായി കുട്ടികൾ വിളിച്ചിട്ട് നല്ല തിരക്കാണെന്ന് അഞ്ജു പറഞ്ഞിരുന്നു. എങ്കിലൊരു സമാധാനവും ഇല്ല. ഇപ്പം വിളിച്ചിട്ട് എടുക്കുന്നില്ല. ആരോട് ചോദിക്കും? ലക്ഷ്മിയുടെ മനസ്സിലേക്ക് കഴിഞ്ഞ ദിവസം പൂജാരി പറഞ്ഞത് ഓർമ്മ വന്നു. ജാനിക്കിപ്പോൾ ദോഷ സമയവുമാണ്. ജീവന് വരെ ആപത്ത് കാണുന്നുണ്ട്. ഇതിന് പ്രതിവിധി അവളുടെ വിവാഹം മാത്രമേ ഉള്ളൂ. അതും പരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രം. പലതും അനുഭവിക്കേണ്ടി വരും. തളരരുത്. പൂജാരിയുടെ വാക്കുകൾ എപ്പോഴും ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ വല്ലാത്ത ഭയം നൽകുന്നുണ്ട്. ഒത്തിരി പരിഹാര പൂജകൾ അവൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എങ്കിലും വിവാഹം, എൻ്റെ കുട്ടികളെ കാത്തോളനെ കണ്ണ, നീ മാത്രമുള്ളൂ അവൾക്ക് തുണയായിട്ട് എന്നെല്ലാം ഉള്ളാലെ ചിന്തിച്ചുകൊണ്ട് വേവലാതിയോടെ കിടന്നപ്പോൾ ആ അമ്മ അറിഞ്ഞില്ല തൻ്റെ കുട്ടികളുടെ അവസ്ഥ. ഈ സമയം ഹോസ്പിറ്റൽ 3 മണിക്കൂർ ഭയത്തോടെ പൂർത്തിയാക്കി. ഡോക്ടറുടെ വരവിനായി താളം തെറ്റിയ മിടിപ്പോടെ കാത്തിരിക്കുകയാണ് ആദി. തളർന്ന അവശയായിട്ടും തൻ്റെ ജീവന് കുഴപ്പമൊന്നും കൂടാതെ തിരിച്ചു നൽകണേയെന്ന് ഉള്ളിൽ അലറിക്കരിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് അഞ്ജു നിന്നപ്പോൾ തങ്ങളുടെ കാത്തിരിപ്പിൻ്റെ അവസാനം കണ്ണുനീറാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ലക്കിയും സായിയും. ആ നിമിഷം എല്ലാവരും വളരെ വേദനയിലാണ്. 3 മണിക്കൂർ ശേഷം ഒരു പുഞ്ചിരിയോടെ ഡോക്ടർ പുറത്തേക്ക് വന്നു. എല്ലാവരും പ്രതീക്ഷയോടെ അദ്ദേഹത്തെ നോക്കി. എവരിതിങ് ഈസ് എ പെർഫെക്റ്റ്. ആ കുട്ടി മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി. ഇനി കോമയിലേക്ക് പോകുമെന്ന് ഭയപ്പെടേണ്ട. ഡോക്ടറുടെ വാക്കുകൾ ചുട്ടുപഴുത്ത ഹൃദയങ്ങളിൽ മഞ്ഞ് വീണ പോലെയായിരുന്നു. അഞ്ജു ഒരേ സമയം കരയുകയും ചിരിക്കുകയും ചെയ്യുന്നത് കണ്ട് സായി അവളെ അലിവോടെ നോക്കി. ലക്കി സന്തോഷം കൊണ്ട് ആദിയെ കെട്ടിപ്പിടിച്ചു. ആദിയും അവനിലേക്ക് ചേർന്നു നിന്നു. ഇത്രയും നേരം താൻ ജീവനോടെ ഉണ്ടായിരുന്നോ എന്ന് പോലും അവന് സംശയമായിരുന്നു. ഇപ്പോഴാണ് ശ്വാസം നേരെ കിട്ടുന്നത് തന്നെ. അല്പനേരം നോക്കിക്കൊണ്ട് ഡോക്ടർ വീണ്ടും തുടർന്നു. സി മിസ്റ്റർ, ഇപ്പോൾ ജാനകിയുടെ ഹെൽത്ത് പെർഫെക്റ്റ് ആണ്. പക്ഷേ ആ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് വളരെ വീക്കാണ്. പേടിക്കേണ്ട, എങ്കിലും നന്നായി ശ്രദ്ധിക്കണം. ഡോക്ടർ, അപ്പോൾ ഈ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ലാതെ തുടരുമോ? ഹേയ് ഇല്ല സർ, മാക്സിമം 1 മന്ത്. അതിനുള്ളിൽ ആ കുട്ടി ഓക്കെ ആകും. ഓക്കെ ഡോക്ടർ, താങ്ക് യു. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കണ്ടോളൂ. ഇന്ന് ഡിസ്ചാർജ് ആക്കാൻ പറ്റില്ല. 2 ദിവസം ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ. ബെഡിൽ വാടി തളർന്നു കിടക്കുന്നവളെ കാണാൻ എല്ലാവരുടെയും മുഖം മങ്ങി. അഞ്ജു പതിയെ ജാനുവിൻ്റെ അടുക്കലേക്ക് പോയി. അവളുടെ നെറുകയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. ഒന്ന് ഞെരങ്ങിക്കൊണ്ട് ജാനു കണ്ണുകൾ തുറന്നു. കണ്ണുകൾ തുറന്നത് അവളുടെ മിഴികൾ ആദിയുടെ ചെമ്പൻ മിഴികളുമായി ഉടക്കി. ഏറെ നേരം അവൾ അവൻ്റെ മിഴികളിൽ കുടുങ്ങി നിന്നു. അവനും തെല്ലുനേരത്തിനു ശേഷം അവളൊരു പിടപ്പോടെ മിഴികൾ മാറ്റി. അപ്പോഴാണ് ആദിക്കും ബോധം വന്നത്. ജാനി ചുറ്റും നോക്കി. അഞ്ജു, ലക്കി, സായിയുടെ അച്ഛൻ, ആദി. അവൾ പകപ്പോടെ മിഴികൾ താഴ്ത്തി. അഞ്ജു പതിയെ ജാനിയുടെ തോളിൽ പിടിച്ചു. പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിലോടെ ജാനു അഞ്ജുവിന് മാറിലേക്ക് ചാഞ്ഞു. ഞാൻ ചീത്തയാണോ അഞ്ജു? പറ, ഞാൻ ചീത്ത പെണ്ണാണോ? എല്ലാവരും എന്നെ കളിയാക്കുക. ദേ നോക്ക്, എന്നെ തള്ളി അഞ്ജുമ, ആകെ വേദനിക്കുക എന്നൊക്കെ പറഞ്ഞ് ആർത്ത് കരഞ്ഞു. കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല ആർക്കും. തൻ്റെ നിറഞ്ഞ കണ്ണുകൾ ആദ്യം മുറുക്കി അടച്ച് സ്വയം നിയന്ത്രിക്കാൻ എന്ന പോലെ കൈകൾ ചുരുട്ടി പിടിച്ചു. ഏറെ നേരത്തെ കരച്ചിലിനു ശേഷം ജാനു പതിയെ മയങ്ങി. അവൾ ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ എല്ലാവരും പുറത്തേക്കിറങ്ങി. സായി, ആദിയുടെ അലർച്ച ഹോസ്പിറ്റൽ ഉയർന്നു. വിത്തിൻ 2 hours എനിക്ക് ആ രാഘവിനെ എനിക്ക് കിട്ടിയിരിക്കണം. ആദി, നമുക്ക് റാമിനെ വേണ്ട, എനിക്ക് വേണോ അവനെ? ഞാൻ പറയുന്നത് കേൾക്ക് സായി. എത്രയും പെട്ടെന്ന് തന്നെ അവനെ എനിക്ക് കിട്ടിയിരിക്കണം. ഗോട്ട് ഇറ്റ്. പിന്നെ അങ്കിൾ വീട്ടിലേക്ക് പോയിക്കോളൂ. മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ട്. ലക്കി ഇവിടെ തന്നെ ഉണ്ടാവണം. എന്ത് കാര്യമായാലും എന്നെ വിളിക്കണം. ഓക്കെ? ഓക്കെ ഏട്ടാ. എല്ലാവർക്കും വേണ്ട നിർദ്ദേശം നൽകി പുറത്തേക്ക് പോകുന്ന ആദിയിൽ തന്നെയായിരുന്നു സായിയുടെ കണ്ണുകൾ. ഇപ്പോൾ പോയത് ആദിയല്ല, മറിച്ച് സർവവും നശിപ്പിക്കാൻ വെറികൊണ്ട രാവണനാണെന്ന് അവന് തോന്നിപ്പോയി. ഇനി ആ രാവണന്റെ താണ്ഡവം രാഘവിൻ്റെ മേലെയാണെന്ന് സായി ഒരു ഉൾക്കിടലത്തോടെ ഓർത്തിരുന്നു.
രാത്രി ഹോസ്പിറ്റലിലെ വരാന്തയിലുള്ള ചെയറിൽ തലയ്ക്ക് കൈകൊടുത്തിരിക്കുവാണ് സായി. വൈകുന്നേരം പോയ ആദി ഇതുവരെയും തിരികെ എത്തിയിട്ടില്ല. അവനിടയ്ക്ക് ആദിയുടെ ഗാർഡനെ വിളിച്ചപ്പോൾ അറിഞ്ഞു രാഘവരുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. ആദിയെ വിളിച്ചിട്ടെടുക്കുന്നില്ല. ഇടയ്ക്ക് ജാനു എഴുന്നേറ്റ് നല്ല കരച്ചിലും ബഹളവുമായിരുന്നു. അവസാനം ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴാണ് ഒന്ന് മയങ്ങിയത് തന്നെ. അവൾക്ക് കൂട്ടായി അഞ്ചു അകത്തിരിപ്പുണ്ട്. ലക്കിയെ രാത്രി ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് അയച്ചു. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഉയർന്നു വന്ന ബൂട്ടിൻ്റെ ശബ്ദം കേട്ടവൻ തല ഉയർത്തി നോക്കി. ദൂരെ നിന്നും വരുന്ന ആദിയെ കണ്ട് സായി ചാടി എഴുന്നേറ്റു. അവൻ ആദിയെ നോക്കി. പോയതുപോലെയല്ല, നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്നും തന്നെ അവൻ വീട്ടിൽ പോയി ഫ്രഷായി എന്ന് മനസ്സിലായി. തന്നെ ഉറ്റുനോക്കുന്ന സായിയുടെ മുന്നിൽ ഒരു ചിരിയോടെ അവൻ വന്നു നിന്നു. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ആ രാഘവ് ജീവനോടെ ഉണ്ടോടാ? ആദ്യ കള്ളച്ചിരിയോടെ അവനെ കണ്ണിറുക്കി കാണിച്ചു. ഡാ പുല്ലേ, മര്യാദക്ക് പറഞ്ഞു, അവനെവിടെ? ഇപ്പം അവൻ ഈ ഹോസ്പിറ്റൽ ICUവിലുണ്ട്. ആക്സിഡന്റ് കേസാണ്. റോഡിൽ കിടക്കുന്നത് കണ്ട ആരൊക്കെയോ ഇവിടെ എത്തിച്ചു. ഇന്റേണൽ ബ്ലീഡിംഗ് ആണ്. പിന്നെ മൊത്തം ഒടിവോ ചതവൊക്കെ ഉണ്ട്. 6 മാസം എഴുന്നേൽക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് അപ്ഡേറ്റ്. ആ ആക്സിഡന്റിന്റെ പേര് ആദിദേവ് എന്നായിരിക്കുമല്ലേ? അതിനവനൊന്ന് സൈറ്റടിച്ച് കാണിച്ചു. ലക്കി പോയോ? ആ, ഞാൻ പറഞ്ഞു വിട്ടു. ദെൻ വാട്ട് അബൌട്ട് ജാനകി? ഇപ്പോൾ അവൾ മയക്കത്തിലാണ്. ഇടയ്ക്കെഴുന്നേറ്റ് വല്ലാതെ കരച്ചിലായിരുന്നു. പിന്നീട് ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു. ജാനയുടെ കാര്യത്തിൽ ആദി വല്ലാതെ ഡിസ്റ്റർബ് ആണെന്ന് കണ്ട് സായി ആദിയുമായി കോറിഡോറിലേക്ക് മാറി നിന്നു. ആദി, ഞാൻ ചോദിക്കുന്നത് നീ മറുപടി പറയണം. അവൻ്റെ ഗൗരവം കണ്ട ആദി തലയാട്ടി. ഡു യു ലവ് ഹെർ? സായിയുടെ ചോദ്യം ഉള്ളിൽ വിസ്ഫോടനം തീർത്തത് അവൻ അറിഞ്ഞു. ആദിയുടെ ഞെട്ടൽ സായി വ്യക്തമായി തന്നെ കണ്ടു. ഏറെ നേരത്തിനു ശേഷം ആദി സായിയെ നോക്കി. സായി, മാളു, സ്റ്റോപ്പ് ഇറ്റ് ആദി. ആദി പറഞ്ഞു തുടങ്ങിയതും സായി തടഞ്ഞു. ഞാൻ നിന്നോട് ചോദിച്ചത് ഡു യു ലവ് ഹെർ എന്നാണ്. അതിനുള്ള ഉത്തരമാണ് എനിക്ക് വേണ്ടത്. ഒന്ന് നിശബ്ദമായതിനു ശേഷം ആദി സായിയുടെ മുഖത്തേക്ക് വേദനയോടെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആദിയുടെ അങ്ങനെ ഒരു ഭാവം കണ്ട് സായി പകച്ചുപോയി. ആദി? സായിയെ പറയാൻ അനുവദിക്കാതെ. ആദിദേവിൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്കും സ്ഥാനമില്ല സായി, അതിന് ജാനകി ആയിരുന്നാൽ പോലും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നപ്പോൾ അവൻ്റെ കണ്ണുനീരിൻ്റെയോ ജാനകിയുടെ പേര് പറഞ്ഞപ്പോൾ ഇടറിപ്പോയതിൻ്റെയോ കാരണമറിയാതെ സായി കുഴങ്ങി. ഒന്ന് മാത്രം മനസ്സിലായി, ആദിയുടെ ഹൃദയം പറഞ്ഞതല്ല, അവൻ്റെ നാവ് മൊഴിഞ്ഞതെന്ന്. എന്തു വന്നാലും ആദിയുടെ ഉള്ളിൽ എന്തെന്നറിയണമെന്ന് അവൻ തീരുമാനിച്ചു. കാരണം ആദിയുടെ നീറുന്ന ഹൃദയത്തെ സായി തിരിച്ചറിഞ്ഞിരുന്നു. അല്ലെങ്കിലും അവനോളം ആദിയെ മനസ്സിലാക്കിയത് ആരുമില്ലല്ലോ. റൂമിലേക്ക് ചെന്ന സായി ബൈസ്റ്റാൻഡർ ബെഡിൽ ഇരിക്കുന്ന അഞ്ജുവിനെയും ജാനിയുടെ അടുത്ത് ചെയറിലിരിക്കുന്ന ആദിയെയും നോക്കി. ജാനിയെ നോക്കുമ്പോൾ ആദിയുടെ കണ്ണിൽ തെളിയുന്ന വേദനയുടെ കാരണമറിയാതെ സായി അവനെ തന്നെ നോക്കി നിന്നു. വൈകാതെ ആദിയുടെ നിർദ്ദേശപ്രകാരം സായി അഞ്ജുവുമായി വീട്ടിലേക്ക് പോയി. ആദ്യം അവൾ പോകാൻ കൂട്ടാക്കിയില്ല. എങ്കിലും ആദ്യം ഫോണിൽ കൂടെ മുത്തുവൻ നിർബന്ധിച്ചപ്പോൾ അവൾ പോകാൻ തയ്യാറായി. അഞ്ചു പോയതിനു ശേഷമാണ് ജാനു എഴുന്നേറ്റത്. കണ്ണു തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ ഫോണിൽ കൂടെ ആരോടോ സംസാരിക്കുന്ന ആദിയെയാണ് കണ്ടത്. അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു. ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കി ആദ്യ തന്നെ നിർവികാരതയോടെ നോക്കിക്കിടക്കുന്ന ജാനുവിനെ കാണെ വല്ലാത്ത വേദനയോടെ അവളെ നോക്കി. പിന്നെ പതിയെ ടേബിളിൽ ഇരുന്ന കഞ്ഞി എടുത്തു വെച്ച് അവളുടെ അടുത്തേക്ക് വന്നു. കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവളുടെ തലയ്ക്ക് താഴെയായി പിടിച്ച് പതിയെ എഴുന്നേൽപ്പിച്ച് ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുത്തി. പിന്നെ പോയി കഞ്ഞി കൊണ്ടുവന്ന് അവളുടെ അനുവാദം പോലും ചോദിക്കാതെ കോരിക്കൊടുക്കാൻ തുടങ്ങി. അവൻ്റെ പ്രവൃത്തികളിൽ മിഴിച്ചിരുന്നു കൊണ്ട് ജാനു ആ കഞ്ഞി മുഴുവൻ കുടിച്ചു. ആ അവസ്ഥയിൽ കൂടുതൽ ചിന്തിക്കാനോ ചോദിക്കാനോ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. കഞ്ഞി കൊടുത്ത ശേഷം അവൻ ഫ്രഷാവാനായി കയറി. കാറിൽ സ്റ്റീരിയോയിൽ നിന്നുള്ള ഗാനം ഒഴുകി നടന്നു. അഞ്ചു കയറിയപ്പോൾ മുതൽ മൗനമായിരുന്നു. അവളെ ഇടയ്ക്കിടയ്ക്ക് സായി നോക്കുന്നുണ്ട്. പക്ഷേ അവളൊന്നും അറിഞ്ഞിരുന്നില്ല. പതിയെ ചാറ്റൽ മഴ ആരംഭിച്ചു. മുഖത്തേക്ക് വീണ വെള്ളത്തുള്ളികൾ അഞ്ചു ചെറുചിരിയോടെ ആസ്വദിച്ചു. അവളുടെ ചെറുചിരി അവനിലേക്കും പടർന്നു. പരസ്പരം ഒന്ന് നോക്കി പിന്മാറുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയിരുന്നു. മൗനമായ നിമിഷങ്ങളെ ആ ചാറ്റൽ മഴയുടെ ചെറുഗാനങ്ങളുടെയും കൂടിച്ചേരലിലൂടെ മനോഹരമാക്കി മാറ്റി. അവരുടെ പ്രണയം പരസ്പരം പറയാതെ അറിയാതെ ഒഴുകി നടന്നു. എന്നാൽ ഇടയ്ക്ക് തമ്മിൽ കൊരുക്കുന്ന കണ്ണുകളിലൂടെ അവർ പറയാതെ പറഞ്ഞു അവരുടെ പ്രണയം.
ഫ്രഷായി ഇറങ്ങിയ ആദി കാണുന്നത് അസ്വസ്ഥതയോടെ ബെഡിൽ തലചരിച്ചും നിവർന്നു കിടക്കുന്ന ജാനുവിനെയാണ്. അവൻ വേഗം അവൾക്കടുത്തേക്ക് നടന്നു. ജാനു, എന്താ പറ്റിയേ? ഡോക്ടറെ വിളിക്കണോ? അവൻ ചോദിച്ച് തീരും മുന്നേ ഒരു നഴ്സ് അകത്തേക്ക് വന്നു. അവൻ അവരോട് പറഞ്ഞു. അവർ അവളെ നോക്കി വേണമെന്നുള്ള ടാബ്ലറ്റ് കൊടുത്തു പുറത്തേക്ക് പോയി. ഡോറടച്ച് അവൻ ജാനുവിൻ്റെ അടുക്കിലേക്ക് വന്നു. അവളെ ബെഡിലേക്ക് കിടത്തി. പതിയെ അവൾ ഉറങ്ങി. എന്നാൽ അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളെ തന്നെ നോക്കി അവൾക്ക് ചാരിയിരുന്നു. ഇടക്ക് അസ്വസ്ഥതയോടെ മുഖം തിരിക്കുന്ന ജാനകിയെ കാണെ ഐസിയുവിൽ കിടക്കുന്ന രാഘവനെ ഒന്നുകൂടെ ചവിട്ടിക്കൂട്ടാൻ അവന് തോന്നുന്നുണ്ടായിരുന്നു. പതിയെ കൈ ഉയർത്തി അവളുടെ തലയിൽ തലോടി. എന്തിനോ അവൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി.